കുറെ പേര് വിളിക്കാറുണ്ട് ഇങ്ങനെ തനക്കൊക്കെ 250 രൂപ മുമ്പിട്ട് വിടാന്നൊക്കെ പറയുന്നത് തെറിയൊക്കെ പറയാറുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള നേച്ചമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലൂടെ നമുക്ക് കിട്ടും. നമ്മള് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഞാൻ എന്റെ കേസ് സാറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾക്കറിയാമോ, അതിനിടയ്ക്ക് കുറെ പേര് ചെറ്റകൾ എന്ന് തന്നെ പറയാം, ചെറ്റകൾ കുറെ പേര് വിളിക്കാറുണ്ട് ഇങ്ങനെ. അതൊരു സത്യം മാത്രം. കുറെ പേര് വിളിക്കാറുണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് വിളിച്ചിട്ട് തനക്കൊക്കെ 250 രൂപ ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? മുമ്പിട്ട് വിടാന്നൊക്കെ പറയുന്നത് തെറിയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. നമ്മളെ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് പോയി. അത് ആരെങ്കിലും ഡയറക്ടർമാർ സിനിമയിലേക്ക് ചിലപ്പോ 1-2 ചാൻസ് തന്നാൽ കൊള്ളാന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പൊ എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു സിനിമ നടനാവണമെന്നാ. സിനിമ അയ്യടാ, ഈ മോണ്ട കണ്ടാലും മതി. അല്ല മുതലാളി, മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും. ഞാൻ അഭിനയിച്ച നാടകങ്ങളൊന്നും മുതലാളി കണ്ടിട്ടില്ല. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം തരില്ല. അത് നമുക്ക് തലവേദനയായി മാറി. ഇപ്പൊ നിരന്തരം ഒരു 10,000 മിസ് കോൾ കെ വരുന്നത്, ഒരു 10,000 മിസ് കോൾ കെ വരുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ അത് റിവ്യൂല് കേരളത്തിന് ശേഷം ഭയങ്കര ഫാൻസ് ആണെങ്കിലും കൂടുന്നുണ്ട്. പോയി ചത്തൂടേടാ. ഇപ്പൊ റോഡിൽ കൂടി പോകുമ്പോഴാണെങ്കിലും പലരും സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. ചിലർ മെക്കിട്ട് കയറാൻ വരും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ചിലര് വേണ്ടാത്ത രീതിയിൽ നോക്കാറുണ്ട്. പിന്നെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. എന്താ സാറേ ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക? ഇതിവിടെ എത്തിയോ? ചിലര് ശരിക്കും ചിലര് നോക്കി പഠിപ്പിക്കാം. വളരെ അനുഭവമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്പം പഞ്ഞുണ്ട് എന്റെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാറ്റം ഇപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ ഭ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ.